കണ്ണൂരിൽ തെരുവ് നായയുടെ കടിയേറ്റ് പരിയാരത്തേക്ക് റഫർ ചെയ്തയാൾ ആശുപത്രിയിൽ പോകാതെ തെരുവിൽ. ഇരിട്ടി സ്വദേശി മണിയാണ് കണ്ണൂർ മാർക്കറ്റിലെ കടവരാന്തയിൽ 2 ദിവസം കഴിഞ്ഞത്. കണ്ണൂർ വിഷൻ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് IRPC പ്രവർത്തകർ മണിയെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെത്തിച്ചു. കുത്തിവെപ്പ് കഴിയും വരെ മണിയെ പുനരധിവസിപ്പിക്കുമെന്ന് IRPC വൈസ് ചെയർമാൻ PM സാജിദ് പറഞ്ഞു. ചൊവ്വാഴ്ച കണ്ണൂരിൽ 50ലധികം പേർക്ക് തെരുവുനായയുടെ കടിയേറ്റിരുന്നു. അന്നാണ് ഇരിട്ടി കീഴൂർ സ്വദേശിയായ മണിക്കും തെരുവുനായയുടെ കടിയേറ്റത്. വലത് കാലിനാണ് മണിക്ക് കടിയേറ്റത്. കടിയേറ്റ ഉടൻ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എത്തി ആദ്യ ഡോസ് സിറം കുത്തിവെച്ചിരുന്നു. ആഴത്തിൽ മുറിവേറ്റതിനാൽ മണിയോട് പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടണമെന്ന് ജില്ലാ ആശുപത്രിയിൽ നിന്നും നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ആശുപത്രിയിൽ പോകാതെ കണ്ണൂർ മാർക്കറ്റിലെ തെരുവിലാണ് മണി കഴിഞ്ഞത്. പരിയാരത്തേക്ക് തനിച്ചു പോകാൻ പറ്റുന്നില്ലെന്നായിരുന്നു മണി പറഞ്ഞിരുന്നത്. മെഞ്ഞാന്ന് രാവിലെ 12 മണിക്ക് ഈ സ്റ്റേറ്റ് ബാങ്കിൻ്റെ അടുത്ത് അന്നേരം ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി വണ്ടിയും പിടിച്ചിട്ട് പോയി. എന്നിട്ട് അവിടുന്ന് ഇഞ്ചക്ഷൻ അടിച്ചിന്. പിന്നെ അവിടെ കിടത്തിട്ട് ഒരു വിട്ടിട്ടില്ല. ഒരു പോടി നാളെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇതായത് ഇപ്പം നാളെ വരണം എന്ന് പറഞ്ഞു. ഞാൻ പോയിന് വല്ല ഇവിടെ ഒന്നും പറയില്ല. ഇന്നലെ തന്നെ പരിഹാരം പോവുകയാണ്. ഒരു ഇഞ്ചക്ഷൻ അടിച്ചതിന് കാലിലും വെച്ചിന്. അത് അത്രേ ഉണ്ടായില്ലോ. പിന്നെ ഇന്നലെ പോയാൽ ഇന്നലെ ഒരു വെച്ചില്ല. ഒരു വെക്കണം ഒരു മരുന്ന് വെച്ച് കെട്ടുന്നുണ്ട്. ഒരെണ്ണം അങ്ങനെ വിട്ടു. പറഞ്ഞു ഞാൻ കാര്യമില്ല എന്ന് പറഞ്ഞു. തെരുവു പട്ടിയുടെ കടിയേറ്റ മണി ആശുപത്രിയിൽ പോകാതെ മാർക്കറ്റിലെ കടത്തണ്ണയിലേക്ക് വീണ്ടും എത്തിയത് വ്യാപാരികളെയും ചുമട്ടുതൊഴിലാളികളെയും പരിഭ്രാന്തരാക്കി. തെരുവുനായുടെ കടിയേറ്റ ആൾ ഇങ്ങനെ കിടക്കുന്നത് ഏറെ പ്രയാസമുണ്ടാക്കുന്നതായും വ്യാപാരികളും ചുമട്ടുതൊഴിലാളികളും പറഞ്ഞു. ഇന്നലെ രാവിലെ നമ്മൾ ജോലിക്ക് വന്ന സമയത്ത് ഇവിടെ നായി കടിച്ചെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. കടന്നതിന് ശേഷം അവരോട് പറഞ്ഞിട്ട് അവർ പറഞ്ഞ് ആ ആശുപത്രിയിൽ പോയി മറ്റേ ഇഞ്ചക്ഷൻ ഒന്നും വെച്ചില്ല, പരിഹാരത്തേക്കാന്ന് ഗവൺമെൻറ് ആശുപത്രി എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നിന്ന്. അപ്പോൾ പറഞ്ഞിട്ട് പോകാതെ കൊണ്ട് പോലീസ് വണ്ടിയിലോട്ട് പോകുമ്പോൾ പറഞ്ഞിട്ട് പോലീസുകാരോട് സംസാരിച്ചാലും പോലീസുകാരും പറയുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഒരു ഇഷ്ടം പറയാൻ നമ്മൾ പറഞ്ഞു നമ്മളെല്ലാം പറഞ്ഞ ജോലി ചെയ്യുന്ന സ്ഥലമാണ്. ഒരു പിരാന്നായി അടിച്ചിട്ട് നമ്മളതിൻ്റെ അകത്ത് ഇതായി പോകണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ സാറേ നമ്മൾ നിങ്ങളോട് പറയുന്നത്. വയ്യെല്ലാം കൂടി വേറെ പറഞ്ഞ് പൈസ ഒന്നുമില്ല. അങ്ങനെ ചെറിയൊരു പിരിവെടുത്ത് 10-200 രൂപയും കൈമ കൊടുത്തിട്ട് പോലീസുകാരെ കൂട്ടിയിട്ട് ഓട്ടോറിക്ഷയിൽ കയറ്റിയിട്ട് പോകാൻ പറഞ്ഞിട്ട് പോയി. പിന്നെ നോക്കുമ്പോൾ തിരിച്ചിട്ട് രണ്ടാമത് ഇങ്ങോട്ട് വന്നിന് ഇഞ്ചക്ഷൻ ചെയ്യാണ്ട്. കാരണം ഇന്ന് മൂപ്പർ പോയിട്ട് അതേപോലെ തിരിച്ചു വന്നിരുന്നു പറഞ്ഞപ്പോൾ പോലീസുകാർ പറഞ്ഞ ഇതാ അവസ്ഥ, നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ മനുഷ്യന്മാരാണ്. നമ്മൾ പറഞ്ഞ ഹെൽത്തിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന അവരെ ഹെൽത്തിനെ വിളിച്ചു. പക്ഷേ ഹെൽത്ത് ഈ നേരം വരെയായിട്ട് അവർ തിരിഞ്ഞോക്കോ ഒന്നും വന്നിട്ട് ഇൻസ്പെക്ഷൻ ചെയ്യുകയോ പഠിക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ ആളില്ലാത്തതിൻ്റെ പേരിൽ ഒരു ഇഞ്ചക്ഷൻ ചെയ്തിട്ട് റിയാക്ഷൻ അതിൻ്റെ പേരിൽ മൂപ്പർ പരിഹാരത്തേക്ക് അയച്ചതാണ്. പക്ഷേ മൂപ്പർ ഈ പറഞ്ഞ പോലെ ഇന്നലെല്ലാം പറഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് ആളിൽ എന്നെ കൊണ്ടുപോകാൻ ആൾ എന്നെ കൊണ്ട് ഒറ്റക്ക് പോകാൻ പറ്റില്ല എന്നാണ് മൂപ്പർ മടിക്കുന്നത്. വീട്ടിലെന്തായാലും നമുക്ക് ഈ സാഹചര്യത്തിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ഇതെല്ലാം കൊടുത്തിട്ട് മൂപ്പർ തിരിച്ചയച്ചതാണ്. അപ്പോൾ മൂപ്പർ വീട്ടുകാരും എന്തായാലും തിരിഞ്ഞു നോക്കില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു പബ്ലിക്കായിട്ടുള്ള സ്ഥലത്ത് മൂപ്പർ കിടക്കുന്നതിനെ കൊണ്ടൊരു ഇഷ്യൂ. കാരണം പൊളിച്ച 4 മണിക്ക് പണി തുടങ്ങുന്ന സ്ഥലമാണ്. മൂപ്പർ എല്ലാവരും കൂടി നമ്മൾ വണ്ടി വെക്കുന്നതും കൂടുതലായിട്ട് ഇവിടെ നമ്മൾ പാസിങ് ഈ ഏരിയയിലൂട്ടിയാണ്. അപ്പം എന്തെങ്കിലും ഒരാൾക്ക് അനർത്ഥോ കാര്യം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷം കേസിച്ചിട്ട് കാര്യമില്ലല്ലോ. കണ്ണൂർ വിഷൻ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തതോടെ IRPC വൈസ് ചെയർമാൻ PM സാജിദ് മാർക്കറ്റിൽ എത്തി മണിയെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. മണിക്ക് കുത്തിവയ്പ് മുടങ്ങിയിട്ടില്ലെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. വെള്ളിയാഴ്ചയാണ് രണ്ടാമത്തെ കുത്തിവയ്പ് എടുക്കേണ്ടിയിരുന്നത്. അതിനായി മണിയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. മണിക്ക് കുത്തിവയ്പ് കഴിയും വരെ പുനരധിവാസം ഒരുക്കുമെന്നും സാജിദ് പറഞ്ഞു. ഈ നായ കടിച്ചുമായി ബന്ധപ്പെട്ടിട്ട് മാർക്കറ്റിൽ ഇങ്ങനെ ഒരു അവശനിലയിൽ ഒരാൾ കിടക്കുന്നുണ്ടെന്ന് നമ്മുടെ കണ്ണൂർ വിഷൻ്റെ റിപ്പോർട്ടും അതുപോലെ തന്നെ കൗൺസിലർ ചിത്ര എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന പോലീസ് ഉൾപ്പെടെ ബന്ധപ്പെടുന്നുണ്ടെന്ന്. അങ്ങനെയാണ് ഞാൻ നമ്മുടെ കണ്ണൂർ വിഷൻ്റെ ആളുമായി ബന്ധപ്പെട്ടതിന് ശേഷം എവിടെയാണെന്ന് കൃത്യമായി ലൊക്കേഷൻ മനസ്സിലാക്കി അവിടെ പോയപ്പോൾ അവശനിലയിൽ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ കൂട്ടി ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അപ്പോൾ കൊണ്ടുവന്നപ്പോഴാണ് വസ്തുത മനസ്സിലാകുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞതിൽ കുറേ വസ്തുത വിരുദ്ധമായ കാര്യങ്ങളുണ്ട്. കാരണം നാളെയാണ് രണ്ടാമത്തെ ഇഞ്ചക്ഷൻ അദ്ദേഹം എടുക്കേണ്ടത്. കൃത്യമായി ചികിത്സ ഇഞ്ചക്ഷൻ ഉൾപ്പെടെ ഇവിടുന്ന് കൊടുത്ത് സർജറി OP കാണിച്ച് സർജറി കുറച്ചും കൂടി മുറിവ് കുറച്ച് വലുതായതുകൊണ്ട് പരിഹാരം കാണിക്കണം പിന്നീടെന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ വിട്ടതാണ്. അദ്ദേഹം ഇവിടുന്ന് മരുന്ന് പോലും എടുക്കാതെയാണ് പോയിട്ടുള്ളത്. പക്ഷേ കൃത്യമായി ഇഞ്ചക്ഷൻ ഇന്നലെ മിനിഞ്ഞാന്ന് ചൊവ്വാഴ്ച എടുക്കേണ്ട ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. അതൊന്നും ഒരു ആശങ്ക ആളുകളുടെ ഇടയിൽ ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഇത്തരത്തിലൊരാൾ തെരുവ് കിടക്കുന്നത് സ്വാഭാവികമായിട്ടും ഏത് മനുഷ്യത്വം ഉള്ള ആളുകളും സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. തീർച്ചയായും അദ്ദേഹത്തെ IRPC എന്ന നിലയിൽ തന്നെ നമ്മൾ ഇത്രയും കാലം ഈ തെരുവിലുള്ള ആളുകളെല്ലാം പുനരധിവാസം നടത്തുന്നതിന് പോലീസുമായി ചേർന്നുകൊണ്ട് വലിയ പ്രവർത്തനം നടത്തിന്. അതിൻ്റെ ഒരു തുടർ പ്രവർത്തനം മാത്രമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. സാമൂഹ്യക്ഷേമ വകുപ്പുമായി IRPC ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും സ്ഥിരം പുനരധിവാസത്തെക്കുറിച്ച് വകുപ്പുമായി സംസാരിച്ചിട്ടുണ്ടെന്നും സാജിദ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.